ഇനിയോ അള്ളാഹിനെ പറ്റി പറഞ്ഞു, ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ, ഹൃദയത്തിലകത്തുള്ളതെല്ലാം അറിയുന്നവൻ അള്ളയാണ്. മൊഹീദ്ദീൻ മാലക്കാരൻ എഴുതിണ്ടാക്കി. അള്ളാഹ് മാത്രമൊന്നല്ല, നിങ്ങളെ ശൈഖിനെ അറിയാൻ പറ്റും. എങ്ങനെ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. ഓവറാണ് സംഭവം, ഓവറാണ്. അത് ആദ്യം തന്നെ മുപ്പര് പറഞ്ഞു. ആ ഒരു ഉപകാരം മുപ്പര് ചെയ്തു. ഇത് ഓവറാണ് എന്നുള്ളത് ആദ്യം പഠിപ്പിച്ചു പോയിക്കണം. എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നവർ. പ്ലെയിൻ ഗ്ലാസിന്റെ ഉള്ളിൽ രണ്ട് മീൻകൂട്ടിനിട്ടായാലേ നമ്മളിങ്ങനെ നോക്കിയാൽ മീനിനെ കാണൂലേ? അതിനേക്കാൾ ക്ലാരിറ്റിയിൽ മൂപ്പര് നമ്മളെ കൽബൊക്കെ ഇങ്ങനെ പച്ചക്ക് കാണുന്നു. ഇത് ഖുർആനിൽ എങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് അവറുകൾ രചിച്ച മൊഹീദ്ദീൻ മാലയിലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറഞ്ഞോവർ എന്നിങ്ങനെയുള്ള മൊഹീദ്ദീൻ മാലയിലെ വരികളെ പരിഹസിക്കാനും അത് തെറ്റാണ് എന്ന് വിലയിരുത്താനും വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹം ഓതിയ ആയത്ത് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ എന്ന് പറയുന്ന ആയത്താണ് അദ്ദേഹം ഓതിയിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം അദ്ദേഹം വെച്ചതോ അള്ളാഹുവിന് മാത്രമേ കൽബകത്തുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ എന്ന്. ഇദ്ദേഹത്തിന് ഈ മാത്രം എന്ന് പറയുന്ന അർത്ഥം ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഇതേ ഫോർമാറ്റിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. സാമ്പിളിൽ ഞാൻ കുറച്ച് കാണിക്കാം. ഇന്നക അന്ത സമീഉൽ അലീം പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അതുപോലെ തന്നെ വഹുവ സമീഉൽ അലീം, ഇന്നല്ലാഹ സമീഉൻ അലീം. ഇവിടെയൊക്കെ എന്താ അർത്ഥം? ഇദ്ദേഹം പറഞ്ഞ അതേ ഫോർമാറ്റിലുള്ള വാചകങ്ങളാണല്ലോ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല, സമീഉൻ അലീം അല്ലാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ വായിച്ച അതേ ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾ എന്താ അർത്ഥം വെക്കുക? അള്ളാഹ്ക്ക് മാത്രമേ കേൾക്കാനും അറിയാനുള്ള കഴിവുള്ളൂ എന്ന്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾ ശിർക്ക് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് തന്നിഷ്ടപ്രകാരം അർത്ഥം വെക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. ഏത് കാഴ്ചയാവട്ടെ, കേൾവിയാകട്ടെ, അറിവാകട്ടെ, എല്ലാം അത് ഔലിയായിന്റേതായാലും പ്രവാചകന്റേതായാലും സാധാരണക്കാരുടേതായാലും എല്ലാം അള്ളാഹു അറിയിച്ചു തരുമ്പോൾ അറിയുമെന്നും അള്ളാഹു കാണിച്ചു തരുമ്പോൾ കാണുമെന്നും കേൾക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ ചൊല്ലുന്ന മൊഹീദ്ദീൻ മാലയിലെ വരികളെ എതിർക്കാൻ വേണ്ടി ഇദ്ദേഹം സ്വയം മെനഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി മൊഹീദ്ദീൻ മാലയിൽ പറഞ്ഞ ഈ വരികളുടെ പ്രമാണം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മുജാഹിദുകളുടെ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഹാഫിദ് ദഹബി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സിയറു അലാമുൻ നബലാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ അമ്മാദ് റഹിമഹുല്ല എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ്. കുൻതു ഖറഅതു ഫീ ഉസൂലുദ്ദീൻ, ഞാൻ ഉസൂലുദ്ദീൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൗഖഅ ഇൻദി ശക്കൻ, അദ്ദേഹത്തിന് ഒരു സംശയം പിടിപെട്ടു. സംശയാലുവായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഖുൽതു, അദ്ദേഹം പറയാണ്, ഹത്ത അംല ഇല മജ്ലിസ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മജ്ലിസിലേക്ക് അദ്ദേഹം പോയി. കാരണം എന്താണ്? ഫഖദ് ദുക്കിറ അന്നഹു യതകല്ലമു അലൽ ഖവാതിരി, മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള, ഈ കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ കൽബകം കണ്ടു പറയാനുള്ള കഴിവ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഈ കേൾവിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളുടെ മജ്ലിസിലേക്ക് പോയി. അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫമളൈതു വഹുവ യതകല്ലമു, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വയൽ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ആ വയൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറയാണ്, ഇഅ്തിഖാദുന ഇഅ്തിഖാദു സലഫി സ്വാലിഹി വസ്വഹാബ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് സലഫു സ്വാലിഹുകളുടെയും സഹാബത്തിന്റെയും വിശ്വാസം എന്താണോ അതാണ് നമ്മുടെ വിശ്വാസം എന്നിങ്ങനെ പ്രഭാഷണത്തിനിടക്ക് പറയാണ്. ഇത് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട അബൂബക്കർ അഹ്മദ് തങ്ങൾക്ക് തോന്നി, ഇതെന്തപ്പോ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ സംശയത്തിലൊരു തീർപ്പുണ്ടാകുക എന്നുള്ളത്. അതിനെക്കുറിച്ചാണോ ബഹുമാനപ്പെട്ടവർ പറയുന്നത്? അല്ലായിരിക്കും. കാരണം ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അതിനിടക്ക് പല കാര്യങ്ങളും പറയുമല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്കിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു. അങ്ങനെ വീണ്ടും ഇങ്ങനെ പ്രഭാഷണം തുടർന്നു. ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണത്തിനിടക്ക് എന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇഅ്തിഖാദുന ഇഅ്തിഖാദു സലഫി സ്വാലിഹി വസ്വഹാബ,
നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് സഹാബത്തിന്റെയും സലഫു സ്വാലിഹികളുടെയും വിശ്വാസം എന്താണോ അതന്നെയാണ് നമ്മുടെ വിശ്വാസം എന്ന് എന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴും ബഹുമാനപ്പെട്ട അബൂബക്കർ അഹ്മദ് തങ്ങൾ വിചാരിച്ചു, ഒരു പ്രഭാഷകൻ പ്രഭാഷണം നടത്തുമ്പോൾ പല ഭാഗത്തേക്കും തിരിയുമല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും എന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞത് എന്നിങ്ങനെ മനസ്സിൽ ആത്മകഥം ചെയ്തു. വീണ്ടും പ്രഭാഷണം തുടർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്റെ പേര് വിളിച്ചിട്ട് തന്നെ പറഞ്ഞു, യാ അബൂബക്കർ ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി സ്വാലിഹി വസ്സഹാബ. നമ്മുടെ വിശ്വാസം സലഫ് സ്വാലിഹുകളുടെയും സഹാബത്തിന്റെയും വിശ്വാസം എന്താണോ അത് തന്നെയാണ് എന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പേര് വിളിച്ച് ഷെയ്ഖ് അവറുകൾ പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു, ഷെയ്ഖ് അവറുകൾക്ക് എന്തുണ്ട്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്റെ കൽബങ്ങൾ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സംശയമായിരുന്നു. ആ സംശയത്തിന് തീർപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ആ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചപ്പെടുകയാണ്. മാത്രമല്ല അതിനുശേഷം വീണ്ടും ഷെയ്ഖ് അവറുകൾ പറയാണ്, ثم قال قم قد جاء ابوك وكان غائبا. മോനെ നീ എന്താക്കണം, നിന്റെ വീട്ടിലേക്ക് പോകണം, നിന്റെ വാപ്പ വന്നിട്ടുണ്ട്. വാപ്പ സ്ഥലത്തുണ്ടായിരുന്നില്ല, വാപ്പ എവിടെയോ ആയിരുന്നു. നിന്റെ വാപ്പ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം, വാപ്പ വന്ന വിവരം നേരിട്ട് കാണാതെ, അദ്ദേഹത്തിന്റെ വീട് കാണാതെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ വിളിച്ചു പറയുകയാണ്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറഞ്ഞോവർ. എത്ര കൃത്യമാണ് ഇത്! ഷെയ്ഖ് അവറുകളുടെ കറാമത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ദഹബി സിയർ അലാമുൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ പ്രമാണമുള്ളതാണ്. മൗലവിമാർക്ക് ഇതൊന്നും അറിയില്ല. മൗലവിമാർക്ക് വിമർശിക്കാനും എതിർക്കാനും കളിയാക്കാനും പരിഹസിക്കാനും മാത്രമേ അറിയുകയുള്ളൂ. ഇതൊക്കെ പൂർവ്വകാല ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ അനുഭവങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക.